നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിൻസ് ഓൾറെഡി പ്രോഫിറ്റിലാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഡൗൺ ആയാലും പ്രോഫിറ്റ്, മാർക്കറ്റ് അപ്പ് ആയാലും പ്രോഫിറ്റ്, ആ രീതിയിൽ നമുക്ക് എങ്ങനെ അത് സെറ്റ് ചെയ്യാം, അതായത് നമ്മുടെ കയ്യിലിരിക്കുന്ന കോയിൻസ് എങ്ങനെ സ്റ്റോപ്പ് ലോസ് വെച്ച് സേവ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് ബിനാൻസ് ആപ്ലിക്കേഷനിലാണ് നിങ്ങളോട് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം വെസറക്സ് ഉപയോഗിക്കുന്നവർക്ക് വെസറക്സിൽ ഇത് ചെയ്യാം. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെസറക്സിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റോപ്പ് ലോസ് ഇട്ടാലും കറക്റ്റായിട്ട് അത് എക്സിക്യൂട്ട് ആവണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രേഡ് വോളിയം കുറവാണ്. സോ ഞാനിത് ബിനാൻസിലാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ കാണിച്ചു തരുന്നത് ബിനാൻസിലാണ്. ഞാൻ മൊബൈലിൽ ഇത് കാണിച്ചു തരാം, കമ്പ്യൂട്ടറിൽ കാണിക്കുന്നില്ല. കാരണം കൂടുതൽ യൂസേഴ്സും മൊബൈലിലാണ്. സോ നമുക്കിത് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വാലറ്റിൽ നിങ്ങളിപ്പോൾ ഓരോ കോയിൻസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടാവുമല്ലോ. ഞാൻ സോൾ എന്ന് പറഞ്ഞ കോയിനാണ് കാണിച്ചു തരുന്നത്. ഉദാഹരണത്തിന് ഞാൻ ട്രേഡ് എന്നുള്ളത് എടുക്കുന്നു. ട്രേഡ് എന്നുള്ളത് എടുത്ത ശേഷം നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സോൾ എന്നുള്ള കോയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സോളാണ് മേടിച്ച് വെച്ചിരിക്കുന്നത്, ഈ സോൾ. അതല്ലെങ്കിൽ നിങ്ങൾ ഏത് കോയിനാണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ കോയിനാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ സോൾ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോയിനാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, കോമൺ ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ നമ്മളിതിൽ സെല്ലാണ് ചെയ്യേണ്ടത്. സെല്ലെടുക്കുന്നു. സെല്ലെടുത്ത ശേഷം മാർക്കറ്റ് എന്നുള്ളത് മാറ്റി സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളതാക്കുന്നു. സ്റ്റോപ്പ് ലിമിറ്റഡ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ സോളിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് $164 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോഫിറ്റിലാണെന്ന് ചിന്തിക്കുക. നിങ്ങളൊരു 140 ഇത് വാങ്ങിയത് എന്ന് ചിന്തിക്കുക. അപ്പോൾ 163 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റിലാണ്. അപ്പോൾ ഇന്നലെ ഉണ്ടാപോയ പെട്ടെന്നൊരു ക്രാഷ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ മുന്നോട്ട് മാർക്കറ്റ് പെട്ടെന്ന് കയറിപ്പോയാലും പ്രോഫിറ്റ്, ആ രണ്ട് രീതിയിലും പ്രോഫിറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്കിതെങ്ങനെ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ 140 മേടിച്ച് 164 നിൽക്കുന്നത്. സോ നമ്മളൊരു 20 USD അടുത്ത് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സ്റ്റോപ്പ് USD, ലിമിറ്റ് USD എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ സ്റ്റോപ്പ് USD എന്നുള്ളിടത്ത് നിങ്ങളൊരു എമൗണ്ട് അടിക്കുക. നിങ്ങളുടെ പ്രോഫിറ്റ് കഴിഞ്ഞിട്ടുള്ളൊരു എമൗണ്ട് അടിക്കുക. 140 മേടിച്ചത്. സോ നിങ്ങളവിടെ 152 കൊടുക്കുകയാണ്. അത് 140 മേടിച്ച് 152 എന്ന് പറയുമ്പോൾ $12 അടുത്ത പ്രോഫിറ്റിലാണ്. സോ നിങ്ങളവിടെ സ്റ്റോപ്പ് ലിമിറ്റ് എന്നുള്ളത് 152 കൊടുത്തു. ലിമിറ്റ് എന്നുള്ളിടത്ത് 150 എന്നും കൊടുത്തു. ഓക്കെ, ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഏതൊരു കോയിനും നിങ്ങൾ സ്റ്റോപ്പ് ലിമിറ്റ് ഇടുമ്പോൾ ഫുള്ളായിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് ഇടാതെ അതിൻ്റെ 50% സ്റ്റോപ്പ് ലിമിറ്റ് ഇടുന്നതായിരിക്കും നല്ലത്. ഫുള്ളായിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് ഇടാം. ഫുള്ളായിട്ട് സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ സ്റ്റോപ്പ് ലോസ് അടിച്ച ഉടനെ തന്നെ മാർക്കറ്റ് തിരിച്ച് പെട്ടെന്ന് മുകളിലേക്ക് കയറി പോകാറുണ്ട്. സോ നമുക്ക് വീണ്ടും റീ എൻട്രി എടുക്കാനായിട്ട് പറ്റില്ല. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ട്രിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന അസറ്റിൻ്റെ 50% മാത്രം സെലക്ട് ചെയ്യുക. താഴെ നിന്ന് 50%, അതായത് നിങ്ങളുടെ അടുത്ത് 10 കോയിൻ ഉണ്ടെങ്കിൽ 50% സെലക്ട് ചെയ്താൽ 5 കോയിനായിട്ട് സെലക്ട് ആവും. 5000 കോയിൻ ഉണ്ടെങ്കിൽ 2500 സെലക്ട് ആവും. ആ ഒരു ഐഡിയയിൽ അത് ചിന്തിക്കുക. സോ 50% സെലക്ട് ചെയ്യുന്നു. 50% സെലക്ട് ചെയ്ത ശേഷം താഴെ സെൽ സോൾ എന്നുള്ളതുണ്ട്. സോ അതുമ്മ ക്ലിക്ക് ചെയ്യുക. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു അടിയിലൊരു കൺഫർമേഷൻ വരും. അവിടെ എഴുതിയിട്ടുണ്ട് ഇഫ് ദ ലാസ്റ്റ് പ്രൈസ് ഡ്രോപ്പ് ടു ബിലോ 150, അതായത് 150ക്ക് താഴേക്ക് ഈ ഒരു പ്രൈസ് വരികയാണെങ്കിൽ നമ്മുടെ സോള് ആ ഒരു എമൗണ്ടിന് 150 USDTക്ക് എന്ത് ചെയ്യും, സെല്ലാവും. ഓട്ടോമാറ്റിക്കായിട്ട് സെല്ലാവും. അങ്ങനെ സെല്ലാവുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് കിട്ടും, ആ ഒരു $12 പ്രോഫിറ്റും കിട്ടും. ഇനി അഥവാ നിങ്ങൾ ഈ ഒരു സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ടിട്ടില്ലെങ്കിൽ ഒന്ന് ചിന്തിച്ച് നോക്കി, ഫുള്ളായിട്ട് ഇറങ്ങി ഒരു 20 അല്ലെങ്കിൽ 100 പോയി കഴിഞ്ഞാൽ ഭയങ്കര ലോസ് വരും. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങൾ ഈ ഒരു സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ട് വെക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ അവിടെ കൺഫേം എന്നുള്ളത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഓർഡർ വീണായിട്ട് കാണും. അപ്പോൾ നമുക്കിപ്പോൾ 165 എപ്പോഴാണോ ഈ ഒരു കോയിൻ്റെ വാല്യൂ 152 എത്തുന്നത് ആ ഒരു സമയത്ത് ഇത് ആക്റ്റീവ് ആവുകയും 150 സെല്ലാവുകയും ചെയ്യും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഒരേ എമൗണ്ട് ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് എക്സിക്യൂട്ട് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്യുന്നത്. ഇതെല്ലാ കോയിനിലും ഇതേ രീതിയിലാണ് നമുക്കിത് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, പെട്ടെന്ന് മാർക്കറ്റ് ക്രാഷ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ എല്ലാ കോയിനും പ്രോഫിറ്റിൽ സെല്ലായി നമുക്ക് പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. നമ്മുടെ കയ്യിൽ എന്ത് കിട്ടും, USDT കിട്ടുകയും ചെയ്യും. സോ മാർക്കറ്റ് ഡൗണിൽ നിന്ന് വീണ്ടും വാങ്ങാനായിട്ട് പറ്റും. ഇനി അഥവാ സ്റ്റോപ്പ് ലിമിറ്റിൽ വന്ന് ടച്ച് ചെയ്ത് ഉടനെ മുകളിലേക്ക് കയറിപ്പോയാലോ, 50% സെലക്ട് ചെയ്തേക്കണോണ്ട് തന്നെ 50% പ്രോഫിറ്റ് സെല്ലാവുകയും ചെയ്യും. ബാക്കി 50% അവിടെ കിടക്കുകയും ചെയ്യും. മുകളിലേക്ക് പോവുകയാണെങ്കിൽ അതിൽ നിന്ന് പ്രോഫിറ്റ് കിട്ടും. അപ്പോൾ ഇത് വളരെ അധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാവരും സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ട് വെക്കുക. നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പ് ഈ കമ്മ്യൂണിറ്റി ടാബിലൂടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് സ്റ്റോപ്പ് ലിമിറ്റ് ഇട്ടവർക്കൊക്കെ കഴിഞ്ഞ ക്രാഷിൽ $1 നഷ്ടം വന്നിട്ടില്ല. കാരണം എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്.